ടീച്ചിങ് പ്രൊഫഷനിൽ ഒരു സർക്കാർ ജോലി നോക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, പ്രത്യേകിച്ച് തൊട്ടു മുൻപ് 2026 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എൻട്രിക്ക് വേണ്ടി ഞാൻ സന്തോഷ് സേതുമാധവൻ നമുക്ക് ഈ വർഷം നമ്മുടെ ടീച്ചിങ് കരിയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. We are discussing about the ultimate teaching career roadmap after KTET exam. അപ്പൊ ഇതില് KTET എക്സാം കഴിഞ്ഞിരിക്കുന്നവരുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത വർഷം 2027 വരാനിരിക്കുന്ന LPSA UPSA പരീക്ഷയായിരിക്കും. LP ടീച്ചർ UP ടീച്ചർ പരീക്ഷയായിരിക്കും. അത് മാത്രമാണോ? അതൊരു ലോങ് ടേം പ്ലാൻ ആയിട്ട് കാണുക, ഒരു വർഷം അപ്പുറത്തേക്കുള്ള ഒരു പ്ലാനാണ്. അതല്ലാതെ തന്നെ ഇതിനിടയിൽ നമുക്ക് ചെയ്യാവുന്ന പല ക്വാളിഫിക്കേഷൻ എക്സാംസ് ഉണ്ട്, എഴുതിയെടുക്കാവുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതിന് പുറമെ നമുക്ക് ജോലിക്ക് വേണ്ടി തന്നെ എഴുതാവുന്ന പരീക്ഷകൾ ഇതിനിടയിൽ വരാനുണ്ട്. കൃത്യമായിട്ട് ഇതിന് തയ്യാറെടുത്ത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വർഷത്തിനകത്ത് ഒരു ടീച്ചറായിട്ട് നല്ലൊരു പോസ്റ്റിംഗ് ലഭിച്ച് നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് തന്നെ പ്രവേശിക്കാം. എൻട്രി എല്ലാ സ്ട്രാറ്റജിയും തയ്യാറെടുപ്പും നടത്തി നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, കേട്ടറ്റ് എക്സാം എഴുതിയിരിക്കുവാണല്ലോ, ക്വാളിഫൈ ആവുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. 150-ൽ 90 മാർക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ ക്വാളിഫിക്കേഷന് വേണ്ടത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഈ 90 മാർക്ക് വാങ്ങുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇൻ കേസ് ഈ പരീക്ഷയ്ക്ക് അത്ര അങ്ങ് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. വർഷത്തിൽ 2 തവണ നടക്കുന്ന കേട്ടറ്റ് എക്സാം ആണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ സർക്കാരും കോടതിയുടെയും ഇടയിൽ നടന്ന ഇന്ററാക്ഷൻസും വിധികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേട്ടറ്റ് എപ്പോൾ എഴുതിയെടുക്കണം, എത്ര സമയത്തിനകത്ത് ഇത് എഴുതിയെടുക്കണം തുടങ്ങിയ ടെൻഷനുകളൊക്കെ സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിന് വരെ ഉണ്ടായിരുന്നു. ഈ ടെൻഷന്റെ ഒക്കെ പരിഹാരം എന്ന് പറയുന്നത് ഒരൊറ്റ പരിഹാരമാണ് കേട്ടറ്റ് പാസ്സാവുക. കേട്ടറ്റ് യോഗ്യത നേടിയെടുത്താൽ പിന്നെ ഈ തർക്കത്തിലൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പൊ കേട്ടറ്റ് നേടിയെടുക്കാൻ വേണ്ടി എൻട്രി വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് കേട്ടറ്റിൽ നടത്തി വരുന്നുണ്ട്. ഈ തൊട്ടു മുൻപ് നടന്ന എക്സാമിനും നമ്മൾ അത്തരത്തിലൊരു കോഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തിരുന്നു. ഇനി വരാൻ പോകുന്ന ഈ വർഷത്തെ 2ാമത്തെ സൈക്കിളിൽ നടക്കാൻ പോകുന്ന എക്സാമിനും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കേട്ടറ്റ് കോഴ്സ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ കേട്ടറ്റ് നമ്മൾ പാസ്സായാലും ഇല്ലെങ്കിലും, അതായത് ഇപ്പൊ നടന്ന കേട്ടറ്റിൽ നമ്മൾ പാസ്സായാലും ഇല്ലെങ്കിലും നമ്മൾ LPSA UPSAക്ക് പഠിക്കണം. LPSA UPSA LP ടീച്ചർ UP ടീച്ചർ യോഗ്യത എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അധ്യാപകരായ നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവും. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. +2 വിത്ത് TTC അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള യോഗ്യതയുള്ളവർക്ക് LPSA ടീച്ചർ ആവാം. ഡിഗ്രി വിത്ത് B.Ed അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് യോഗ്യതയുള്ളവർക്കോ തത്തുല്യ യോഗ്യതയുള്ളവർക്കോ UP ടീച്ചർ ആവാം. LPSAക്കാർക്ക് കേട്ടറ്റ് 1 വേണം, UPSAക്കാർക്ക് കേട്ടറ്റ് 2 യോഗ്യത വേണം എന്നൊക്കെ നമുക്കറിയാം. ഈ ഒരു എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2027-ലാണ്. 2026 പകുതി കഴിഞ്ഞൊക്കെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് വിചാരിക്കുന്നു. ഈ ടൈമിങ്ങിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തുടങ്ങണം. നോക്കൂ, ഒരുപാട് പേര് ഈ LPSA UPSA മുന്നിൽ കണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കേരള PSCയുടെ അടുത്ത വർഷം വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി മാസങ്ങൾക്ക് മുൻപേ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളുണ്ട്. എൻട്രി അടക്കമുള്ള സ്ഥാപനങ്ങൾ LPSA UPSA കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ മാസങ്ങളായി. എല്ലാ മാസവും പുതിയ ബാച്ചുകൾ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ബാച്ചുകളുണ്ട്, ഗോൾഡ് ബാച്ചുകളുണ്ട്. ഇതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടും വൈകരുത്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ എന്നൊന്നും നോക്കി ഇരിക്കരുത്. കാരണം പ്രിപ്പയർ ചെയ്ത് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകൾ ഇവിടെ ഉള്ളപ്പോ നമ്മൾ ഡേറ്റ് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറകിലാവും എന്നുകൂടി ആലോചിക്കുക. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ കേട്ടറ്റ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്നത്. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഉള്ള കേട്ടറ്റ്, തൊട്ടു മുമ്പ് നടന്ന കേട്ടറ്റിൽ യോഗ്യത നേടാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന കേട്ടറ്റ് അല്ലെങ്കിൽ 2027-ന്റെ ഫസ്റ്റ് സൈക്കിളിൽ വരാൻ പോകുന്ന കേട്ടറ്റ് എഴുതിയാലും മതി. ആ യോഗ്യത നമുക്ക് നേടാം. അപ്പൊ അടുത്ത് വരാൻ പോകുന്ന കേട്ടറ്റിൽ തന്നെ നമുക്ക് കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ നേടാൻ ശ്രദ്ധിക്കുക, ടീച്ചിങ് ക്വാളിഫിക്കേഷൻ നേടാൻ ശ്രദ്ധിക്കുക. കേട്ടറ്റിന്റെ കോഴ്സ് 2026 ജൂലൈ ഓഗസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കേട്ടറ്റ് എക്സാമിന്റെ കോഴ്സ് എൻട്രിയിൽ ഇപ്പോൾ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
കേട്ടറ്റിനെ സംബന്ധിച്ച് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 150-ൽ 60% അഥവാ 90 മാർക്ക് വാങ്ങിയാൽ മതി, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. LPSA UPSA അങ്ങനെയല്ല. LPSA UPSC PSC എക്സാം ആണ്. PSC എക്സാമിൽ നമ്മൾ 90 മാർക്ക് വാങ്ങുകയല്ല വേണ്ടത്, അവിടെ നമ്മൾ ഏറ്റവും മുന്നിലെത്തുകയാണ് വേണ്ടത്. അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അവിടെ നമുക്ക് ഒരു ആൻസർ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ 0.33 കുറയും, 0.33 റെഡ്യൂസ് ചെയ്യും. അപ്പോ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പോരാ LPSA UPSAയുടെ പ്രിപ്പറേഷൻ. വളരെ വിശദമായിട്ട്, വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള പ്രിപ്പറേഷൻ, നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം എന്ന് നമ്മൾ പറയും. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നിടത്താണ്. ആ സ്മാർട്ട് വർക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. ആ ട്രാക്കിൽ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞ വർഷം വന്ന റാങ്ക് ലിസ്റ്റിൽ 3000-ഓളം ആളുകളാണ് LP UP റാങ്ക് ലിസ്റ്റിൽ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളായിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ വെച്ചും കോഴിക്കോട് വെച്ചും നമ്മൾ വലിയ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റ് നടത്തിയിരുന്നു. LPSA UPSA റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി ആ ഒരു കോഴ്സ്, അടുത്ത LPSA UPSAക്കുള്ള കോഴ്സ് എൻട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കേട്ടറ്റ് മാത്രമാണോ നമുക്ക് വേണ്ടത്? LPSA UPSA എക്സാം വരുന്നതിനിടയിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കേട്ടറ്റ് യോഗ്യത നേടണം, CTET യോഗ്യത നേടണം, സെറ്റ് യോഗ്യത, അതിനുള്ള എലിജിബിലിറ്റി ഉള്ള ഒരു സെറ്റ് യോഗ്യതയും നേടിയെടുക്കണം. ഇപ്പൊ കേട്ടറ്റ് കേരളത്തിലെ LP UP ഹൈസ്കൂൾ അധ്യാപകരാവാൻ വേണ്ടതാണ്. CTET നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് വേണ്ട യോഗ്യതയാണ്. സെൻട്രൽ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് CTET. സെറ്റ് എക്സാം +2 അധ്യാപകരാവാൻ വേണ്ട പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്, പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് BEd ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവേണ്ടത്. അപ്പൊ നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ എക്സാം എഴുതി നമ്മൾ റെഡി ആയിട്ടിരിക്കണം. കേട്ടറ്റ്, CTET, സെറ്റ് എക്സാം, ഈ 3 യോഗ്യതകൾ ക്വാളിഫിക്കേഷൻ എക്സാംസ് ആണ്. ക്വാളിഫിക്കേഷൻ എക്സാംസിന് പൊതുവെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. നമ്മൾ ആ കടമ്പ കടന്നു കിട്ടിയാൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ 3 എക്സാമിന് തയ്യാറാവുക. കേട്ടറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. CTETന്റെ കാര്യത്തിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ കേരളത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യാതെ, കേരളത്തിൽ മാത്രമാണ് നമുക്ക് കേട്ടറ്റ് കൊണ്ട് അപേക്ഷിക്കാൻ പറ്റുക. അതേസമയം ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഹൈ അമൗണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് ഉയരാൻ നമുക്ക് CTET വേണം. CTET യോഗ്യതയുള്ളവർക്കാണ് കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ, ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകൾ, അങ്ങനെയുള്ള പോസ്റ്റിംഗിലേക്ക്, അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിലേക്ക്, ടീച്ചിങ് പ്രൊഫഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ കേട്ടറ്റും CTETും ഒക്കെ എക്സാം പാറ്റേണും സിലബസും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് CTETനെ സംബന്ധിച്ച് ഒരുപാട് ലെവൽ ഓഫ് എക്സാംസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിന് ഒരുമിച്ച് തന്നെയുള്ള പ്രിപ്പറേഷൻ നടത്താൻ പോലും പലപ്പോഴും സാധിക്കും. കേട്ടറ്റിനും CTETനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോഴ്സ് എൻട്രിയിലുണ്ട്. സെറ്റിനെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സെറ്റ് എക്സാം കുറച്ച് കഠിനമായിട്ടാണ് പൊതുവെ ആളുകൾ കാണാറ്. സെറ്റ് എക്സാം ഉള്ളവർക്കാണ് HSST പരീക്ഷയ്ക്ക്, HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്കറിയാം. ബുദ്ധിമുട്ടുള്ള എക്സാം ആയിട്ടാണ് പൊതുവെ സെറ്റ് എക്സാമിന്. സബ്ജക്ട് ഓറിയന്റഡ് ആണ്, കോർ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. എന്നാൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റിലല്ലേ ഈ പരീക്ഷ നടക്കുന്നത്. നമ്മൾ പഠിച്ച സബ്ജക്ട്, ഇപ്പൊ BSc ഫിസിക്സ് ഉള്ള ആളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ MSc ഫിസിക്സ് ഉള്ള ആളെ സംബന്ധിച്ച്, ഫിസിക്സ് നമ്മൾ 3-2-5 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചതാണ്. ആ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ സെറ്റ് പാസ്സാവാനായിട്ട് സാധിക്കും. സെറ്റ് യോഗ്യതയുള്ളവർക്ക് HSST പരീക്ഷ എഴുതാം. HSSTയിൽ നിയമനം നടക്കുമോ എന്നൊക്കെ ടെൻഷൻ കുറെ പേര് ഇത്തരം ഡിസ്കഷൻസ് നമ്മൾ നടത്തുമ്പോൾ കമന്റ് ആയിട്ട് പറയാറുള്ളതാണ്. അതിന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിയമനം നടക്കുന്നില്ലല്ലോ, ഹൈസ്കൂളിലേക്ക് നിയമനം നടക്കുന്നില്ലല്ലോ. നിയമനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിയമനം 10 എണ്ണമാണ് നടക്കുന്നതെങ്കിൽ ആ 10 എണ്ണത്തിൽ എത്താൻ ശ്രമിക്കുക. HSST കെമിസ്ട്രി തൊട്ട് മുൻപുള്ള ലിസ്റ്റിൽ ഇതുവരെ 64 അഡ്വൈസസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോകുന്ന സമയമല്ലേ, ഈ സമയം അതിലെ റാങ്ക് ലിസ്റ്റിൽ കുറെ കൂടെ നിയമനം നടക്കും. HSST കെമിസ്ട്രിയുടെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്സിൽ കുറച്ച് നിയമനം കുറവാണ്. അതിനിടയ്ക്ക് ചില സബ്ജക്റ്റുകളിൽ നിയമനം കുറവാണ്. ഇപ്പൊ നിയമനം കുറവോ കൂടുതലോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. PSC പരീക്ഷ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിയമനം നടക്കും. ആ മുന്നിലുള്ള ആളുകളാവാൻ നമ്മൾ ശ്രമിക്കുക. ആ രീതിയിൽ സെറ്റ് യോഗ്യത നേടി HSST പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. HSST പരീക്ഷ ഇപ്പൊ വിളിച്ചിട്ടുള്ള HSST പരീക്ഷ ഈ വരുന്ന മെയ് മാസത്തോടെ നടക്കുന്നുണ്ട്. HSST ഫിസിക്സും മറ്റ് സബ്ജക്റ്റുകളും മാത്സും ഒക്കെ മെയ് മാസത്തിൽ നടക്കുന്നുണ്ട്, 2026 മെയ് മാസത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിൽ, ടീച്ചേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഈ HSST പരീക്ഷയ്ക്ക്.
ആ പരീക്ഷ വളരെ അടിപൊളിയായിട്ട് എഴുതുക. അതിനുള്ള പ്രിപ്പറേഷനും അതിന്റെ ക്രാഷ് കോഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. HSST എക്സാം നമ്മുടെ മുന്നിലുള്ള 1.5 മാസത്തിനിടയ്ക്ക് വരാൻ പോകുന്ന എക്സാമിന്റെ 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് എൻട്രിയിൽ നടക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ 3 ക്വാളിഫിക്കേഷൻ എക്സാംസ് നേടിയെടുത്താൽ നമുക്ക് 17,000-ലധികം വേക്കൻസി ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന കേരളത്തിലെ HSSTയിലോ HSAയിലോ വരാനിരിക്കുന്ന 100 കണക്കിന് ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മൾ സംസാരിക്കുന്നത് 17,000 ഓപ്പർച്യൂണിറ്റി നാഷൻ വൈഡ്. അതിന് നമ്മൾ ഈ യോഗ്യതകളൊക്കെ നേടിയെടുത്ത് കൃത്യമായിട്ട് ഓരോ എക്സാം വിളിക്കുന്ന സമയത്ത് അതിനെ അപ്ലൈ ചെയ്ത് അതിനുള്ള ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷൻ എൻട്രിയിലൂടെ നടത്തി കാത്തിരുന്നാൽ നമുക്ക് ഈ 17,000+ വേക്കൻസീസ് 2026-27 വരാനിരിക്കുന്ന വേക്കൻസിയിൽ ഒന്നിൽ കയറി പറ്റാം. എന്നിട്ട് നമ്മുടെ ഡ്രീം കരിയർ, ടീച്ചർ എന്ന് പറയുന്ന കരിയർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പലർക്കും അറിയാത്ത ചില ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നു. ഏകലവ്യ സ്കൂളുകൾ, ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകൾ, ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ട്രൈബൽ അഫെയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സ്കൂളുകളാണ് ഏകലവ്യ സ്കൂളുകൾ. ഏകലവ്യ സ്കൂളുകളുടെ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. തൊട്ടു മുൻപത്തെ വർഷം 7,000 വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതേ അളവിൽ തന്നെ വേക്കൻസീസ് നമ്മൾ അടുത്ത വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ ആയിട്ട് അതിന്റെ എക്സാംസ് നടക്കാം. ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ എക്സാം നടക്കാൻ ഒരുപാട് സമയമെടുക്കാറില്ല. അതുകൊണ്ട് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏകലവ്യ സ്കൂളുകളിലേക്കുള്ള പ്രിപ്പറേഷനെ കുറിച്ച്, അതേപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ ഒരുമിച്ചാണ് അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് CBSEയുടെ കീഴിൽ. അപ്പൊ ഇവിടെ KVS NVSയിലേക്ക്, KVS NVS കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ സ്കൂളുകളിലേക്ക് 10,000+ വേക്കൻസീസ് ആണ് തൊട്ടു മുൻപത്തെ വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ വരുന്ന വർഷവും നമ്മൾ അതേ എണ്ണം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അത്രയും തന്നെ വേക്കൻസീസ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു 17,000+ വേക്കൻസി നാഷൻ വൈഡ് എന്ന് പറഞ്ഞത് ഇവിടെ തന്നെ ആയി. ഇതിന് പുറമെയാണ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനകത്ത് കിട്ടാവുന്ന വേക്കൻസീസ്. ഇതിൽ ഏകലവ്യ സ്കൂളിലേക്കുള്ള പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. KVS NVSയിലേക്കുള്ള പരീക്ഷ നടത്തുന്നത് CBSE ആണ്. ഇപ്പൊ ബോർഡുകൾ വ്യത്യാസമുണ്ട്. ബോർഡുകൾ വ്യത്യാസം ഉണ്ടാവുന്നതിനനുസരിച്ച് ഇപ്പൊ കേരള PSC ആണെങ്കിൽ നമുക്കൊരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഫീസ് ഒന്നും വരുന്നില്ല, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. എന്നാൽ NTA CBSEയിലേക്കൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ പരീക്ഷാ ഫീസൊക്കെ ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ ടൈമിങ്ങിൽ ആ ഫീസൊക്കെ അടച്ച് അതിന് അപ്ലൈ ചെയ്ത് അതിന്റെ പ്രിപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നാഷണൽ വൈഡ് വേക്കൻസികളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഏജൻസികളാണ് ഇതൊക്കെ. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. 2027 വരെയുള്ള ആ ഒരു റോഡ് മാപ്പ് നമ്മൾ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ, ഇതില് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിഫിക്കേഷൻ എക്സാംസ് CTET, SET, KTET, അടുത്ത വരാൻ പോകുന്ന എക്സാംസ് പ്രത്യേകം ശ്രദ്ധിക്കുക. CTET ജൂലൈ ഓഗസ്റ്റ് 2026 നമ്മൾ അടുത്ത CTET പ്രതീക്ഷിക്കുന്നുണ്ട്. വർഷത്തിൽ 2 തവണയാണ് ഈ എക്സാംസ് ഒക്കെ നടക്കുന്നത്. ജൂലൈ ഓഗസ്റ്റിൽ തന്നെ നമ്മൾ സെറ്റ് എക്സാംസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 2026 അടുത്ത KTET, ഓപ്പൺ KTET നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു പരീക്ഷകളിലേക്ക്, ഈ യോഗ്യതാ പരീക്ഷകളിലേക്കുള്ള ബാച്ചുകൾ എൻട്രിയിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകലവ്യ എക്സാംസ് ഈ കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ ഈ വർഷം അവസാനത്തെ ക്വാർട്ടറിൽ നവംബർ ഡിസംബർ സമയത്തൊക്കെയാണ് നമ്മൾ ഏകലവ്യ എക്സാംസ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമം അത് അടുത്ത വർഷം ജനുവരിയിലൊക്കെ നടക്കാം. ഏകലവ്യ സ്കൂളുകളിലേക്കുള്ള എക്സാംസ് KVS ആൻഡ് NVS, KV കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ എക്സാംസ് 2027 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതിന് തൊട്ടു മുമ്പുള്ള ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് വരിക. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പരീക്ഷകളൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതി റെഡിയായി നമ്മൾ ഏതിലേക്ക് പോകും? 2026 ഈ വർഷം പകുതി കഴിഞ്ഞ് വരാനിരിക്കുന്ന LPSA UPSA നോട്ടിഫിക്കേഷൻ, അത് കഴിഞ്ഞ് അതിനടുത്ത വർഷം നടക്കാനിരിക്കുന്ന എക്സാം, 2027 നടക്കാനിരിക്കുന്ന എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറാവും. LPSA UPSA തന്നെയാണ് KTET യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം. ഏറ്റവും കൂടുതൽ പേര് എഴുതുന്ന എക്സാമും അത് തന്നെയാണ്. ഇതിനിടയിലുള്ള ഈ ചാൻസുകൾ ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായ യോഗ്യതകൾ കൃത്യമായി നേടിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ കുറെ പേരുടെ മനസ്സിൽ ഇപ്പോൾ ചെറിയ സംശയങ്ങൾ ഉണ്ടാവും. HSAയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. HSA എക്സാം തൊട്ട് മുൻപത്തെ വർഷം നടന്നു. 2025 HSA എക്സാംസ് നടന്നു. പലവിധ കേസുകളിൽ പെട്ട് തൽക്കാലം കുടുങ്ങിക്കിടക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കുള്ള പല പ്രത്യേക പരീക്ഷകളുടെയും റിസൾട്ടുകൾ
പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസിൻ്റെയൊക്കെ റിസൾട്ടുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി HSA നിയമനം നടക്കുമോ, ഇനി ഒരു HSA പരീക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കണോ എന്നൊക്കെ ടീച്ചേഴ്സ് നമുക്ക് നിരന്തരം മെസ്സേജ് അയച്ചും ആപ്പിലൂടെയും ഒക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നമ്മുടെ കോഴ്സസിലുള്ള ആളുകൾ തന്നെ നിരന്തരം ചോദിക്കുന്നതാണ്. അവരോടൊക്കെ പറയുന്നത് തന്നെയാണ് ഇവിടെ നിങ്ങളോടും പറയാനുള്ളൂ. പരീക്ഷ എന്തായാലും നടക്കും. അത് ഡിലേ ആവും, ചിലപ്പോൾ കുറച്ച് കേസുകളൊക്കെ തീരുന്നത് വരെ കുറച്ച് മുന്നോട്ട് പോവും എന്നൊക്കെ ഉള്ളൂ. PSC അതിനിടയ്ക്ക് പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. ജനറൽ PSC പരീക്ഷകൾ 40 വയസ്സ് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ടീച്ചിങ് എക്സാംസിനുള്ള ഏജും അതിനനുസരിച്ച് മുന്നോട്ട് പോവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ സമയം കൂടുതൽ കിട്ടും. അപ്പോൾ ഈ പരീക്ഷകൾ വരുമോ വരാതിരിക്കുകയോ എന്നുള്ളതല്ല, നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. HSA പരീക്ഷ മാത്രമേ കുറച്ച് അങ്ങനെ ഡിലേ വരാൻ സാധ്യതയുള്ളൂ. HSST ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രിപ്പറേഷൻ. HSST കോഴ്സുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. HSST പരീക്ഷ 2 മാസത്തിനകത്ത് വരാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 3 വർഷം കഴിഞ്ഞ് വരുന്ന HSST പരീക്ഷയ്ക്ക് വീണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ 4 വർഷം PSC കൂട്ടി തന്നിട്ടുണ്ട്. ആ സമയം നന്നായിട്ട് ഉപയോഗിക്കുക. ഈ പരീക്ഷയ്ക്ക് ഞങ്ങൾ ഇച്ചിരി പുറകോട്ടായി പോയി, പ്രിപ്പറേഷൻ അത്ര ശരിയായില്ല, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് 3 വർഷത്തെ പ്ലാൻ വെച്ച് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് HSSTക്കൊക്കെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറൊക്കെ ആവാൻ നോക്കുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നോക്കൂ, നമ്മുടെ ഡിഗ്രി, PG, ടീച്ചിങ് ക്വാളിഫിക്കേഷൻ, B.Ed, അതേപോലെ സെറ്റ്, എത്ര സമയം എത്ര വർഷമാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി ചെലവഴിച്ചത്. അപ്പൊ HSST ടീച്ചർ ആവുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ച വർഷങ്ങൾ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു 3 വർഷം കൂടെ അടുത്ത എക്സാമിന് കാത്തിരിക്കുന്നതിൽ നമുക്ക് എന്താ പ്രശ്നമുള്ളത്? ഇത്രയും വർഷങ്ങൾ നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, പ്ലീസ് ബിൽഡ് യുവർ എക്സാം ടെമ്പോ. നമ്മൾ LP UP പരീക്ഷ വരാനിരിക്കുന്നു. ആ പരീക്ഷ ഒരു 2 വർഷത്തിനപ്പുറം വരുന്ന പരീക്ഷയെ തന്നെ നോക്കിയിരിക്കാതെ ഇതിനിടയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരമാവധി PSC പരീക്ഷകൾ എഴുതുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ ഇഷ്ടം പോലെ ജനറൽ PSC എക്സാംസ് ഉണ്ട്. അതേപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ് യോഗ്യത, 7ാം ക്ലാസ് യോഗ്യതയൊക്കെയുള്ള LD പരീക്ഷകൾ, LGS പരീക്ഷകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് എഴുതുക. ആ എഴുതുന്നത് നമ്മൾ ആ ജോലികൾ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. നമ്മുടെ ഉദ്ദേശം ടീച്ചർ ആവുക എന്ന് തന്നെയാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട കാര്യമല്ല. നമ്മൾ എന്തിനാണ് അത് എഴുതുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ LD ലെവൽ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ, ക്ലർക്ക് ലെവൽ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് സിലബസ് ഒരുപാട് സിമിലർ ആണ്. LP UP പരീക്ഷയുടെ സിലബസിൽ വരുന്ന ഒരുപാട് കണ്ടന്റും ഈ LDC പരീക്ഷയുടെ സിലബസും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും സിലബസ് ഒരുപാട് സെയിം ആണ് എന്ന് മാത്രമല്ല, പലപ്പോഴും ക്വസ്റ്റ്യൻസ് പോലും ഒരുപോലെ വരാറുണ്ട്. അപ്പൊ പരമാവധി ക്വസ്റ്റ്യൻസിന് PSC എക്സാം നമ്മൾ ആ എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെമ്പോ നിലനിർത്തുക, പരമാവധി ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതുകൊണ്ട് സംഭവിക്കാനുണ്ട്. സോ ഈ ഒരു നമ്മുടെ 2027 LP UP പരീക്ഷ വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇഷ്ടം പോലെ PSC പരീക്ഷകൾ, അത് യൂണിഫോം പോസ്റ്റിലുള്ള എക്സാംസ് ഉണ്ട്, LD ലെവൽ, LGS ലെവൽ പരീക്ഷകളൊക്കെ ഉണ്ട്. ഏതിനൊക്കെയാണോ നിങ്ങൾക്ക് യോഗ്യതയുള്ളത്, ഡിഗ്രി ലെവൽ പരീക്ഷകളടക്കം ഏതൊക്കെയാണോ യോഗ്യതയുള്ളത്, ആ പരീക്ഷകളൊക്കെ എഴുതുക. നമ്മളിപ്പോൾ പറയുന്ന LP UP പരീക്ഷ എന്നൊക്കെ പറയുന്നത് ഓപ്പൺ എക്സാം, ജനറൽ എക്സാം ആണ്, ജനറൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന് പുറമെ NCA സ്പെഷ്യൽ കാറ്റഗറി എക്സാംസ് ഒക്കെ PSC ഇതിനിടയ്ക്ക് വിളിക്കാം. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ എൻട്രിയുടെ കോഴ്സുകളുണ്ട്. LP UP കോഴ്സുകളിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. പരീക്ഷകൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് PSCയെ സംബന്ധിച്ച്, PSC പരീക്ഷയെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് ജോലി നേടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നുള്ളത് മനസ്സിലാക്കുക. സോ നെവർ അഗെയിൻ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് യു ലാക്ക്ഡ് ദി എലിജിബിലിറ്റി ഓർ യു ലാക്ക്ഡ് ദി ട്രൈ, യു ലാക്ക്ഡ് ദി പ്രാക്ടീസ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. പരീക്ഷ വരാൻ കാത്തിരുന്നിട്ട് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഡേറ്റ് വന്നിട്ട് ചിലർക്കൊരു വളരെ മോശം ഒരു പ്രാക്ടീസ് ഉണ്ട്. അത് അങ്ങനെ തന്നെ നമ്മൾ പറയണം. വളരെ മോശം പ്രാക്ടീസ് ഉണ്ട്. എന്താ, ഈ PSC പരീക്ഷയുടെ ഡേറ്റ് വരും, അപ്പൊ നമുക്ക് കൺഫർമേഷൻ അയക്കാനായിട്ടുള്ള മെസ്സേജ് വരും PSCയുടെ പ്രൊഫൈലിൽ നിന്ന്. ആ കൺഫർമേഷൻ മെസ്സേജ് വന്നാൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഇരിക്കുന്നവരുണ്ട്. ഒരു കാര്യമില്ല. വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെയല്ല ഒരു ജോലിക്ക് വേണ്ടി പഠിക്കേണ്ടത്. കാരണം മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്ന് പഠിക്കുന്ന ആളുകളോടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അത് പല പല റിസോഴ്സസ് ഉപയോഗിച്ച് പഠിക്കുന്ന ആളുകളോടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ വി ഹാവ് ടു ഷാർപ്പൻ അവർ സ്കിൽസ്. എക്സാംസ് എഴുതിക്കൊണ്ടേ ഇരിക്കുക, പറ്റാവുന്നത്ര PSC പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് അതിൽ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റുകളിൽ നമ്മൾ കയറുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ ആ മൈൻഡ് സെറ്റ് എക്സാം നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എൻട്രിയെ സംബന്ധിച്ച് എൻട്രി നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷൻ എക്സാംസിനും നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ PSC എക്സാംസിനും വേണ്ട കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പല രീതിയിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളെ സംബന്ധിച്ച് എൻട്രിയുടെ എല്ലാ കോഴ്സിൻ്റെയും പ്രത്യേകതകൾ ഞാൻ അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എൻട്രിയുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ വീഡിയോ ക്ലാസ്സസും അതിൻ്റെ PDF നോട്ടുകളും, ഈ വീഡിയോ ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ്, PYQ ഡിസ്കഷൻ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട സെഷൻസ് ഉണ്ടാവും. എൻട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന മെന്റർഷിപ്പ് സപ്പോർട്ട് 24/7 എ മെന്റർ വിൽ ബി വിത്ത് യു. നിങ്ങൾ ഒന്ന് അലസരായി തുടങ്ങുന്നു, നിങ്ങളുടെ ഫ്ലോ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ കൂടെ വരും, നിങ്ങളെ വിളിക്കും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് മെന്ററോട് സംസാരിക്കാം. ഏത് രീതിയിലുള്ള അക്കാദമിക് ഹെൽപ്പും അതേപോലെ കൗൺസിലിംഗ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു 24/7 മെന്റർഷിപ്പ് സപ്പോർട്ട് എൻട്രിക്ക് ഉണ്ട്. അതേപോലെ സ്റ്റഡി കമ്മ്യൂണിറ്റികൾ, നമ്മുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ഇരിക്കുന്നോ അതുപോലെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ സർക്കിളുകളും സ്റ്റഡി കമ്മ്യൂണിറ്റികളും എൻട്രിക്ക് ഉണ്ട്. സ്പെഷ്യൽ മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങി നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് LP UP കോഴ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. പല ലെവൽ, ഈസി, ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ലെവൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫണ്ടമെന്റൽസ്, ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിൽ 3 ലെവലിലൂടെ കടന്നു പോകുമ്പോൾ LP UP എക്സാം ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇന്റർവ്യൂ വരുന്ന എക്സാംസ് ഉണ്ടെങ്കിൽ, ഈ പല എക്സാംസിനും ഇന്റർവ്യൂസ് വരുന്നുണ്ട്. ഇന്റർവ്യൂവിന് വേണ്ട ട്രെയിനിങ് എൻട്രി നൽകും. AI അസിസ്റ്റൻസോട് കൂടിയ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ സപ്പോർട്ട് നമുക്കുണ്ട്. സോ പ്ലീസ് ഡോണ്ട് വെയിറ്റ് ഫോർ യുവർ ടൈം. സമയം വളരെ പെട്ടെന്ന് വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടൈമിനെ അങ്ങോട്ട് കടന്നാക്രമിക്കുക, നിങ്ങളുടെ അവസരത്തെ അങ്ങോട്ട് കടന്നാക്രമിക്കുക. പ്രിപ്പയർ വിത്ത് എൻട്രി. എൻട്രി പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി കോഴ്സസ് ഫോർ ഓൾ ദീസ് എലിജിബിലിറ്റി എക്സാംസ് ലൈക്ക് CAT, CTET, SET and all PSC exams like LPSA, UPSA and all other exams we have discussed. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ നേരിട്ട് ലോഗിൻ ചെയ്ത് കോഴ്സുകളെ കുറിച്ച് എൻക്വയറി ചെയ്യാം. താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ അറിയിക്കുക. കൂടുതൽ വിശദമായിട്ടുള്ള സെഷൻസുമായിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.